PV അൻവർ നിലവിൽ UDF പുറത്തായി നിൽക്കുകയും ആര്യാടൻ ഷൗക്കത്തിനെ പാലവരിച്ച് തോൽപ്പിക്കുകയും ചെയ്ത പക്ഷം, മത്സരിക്കുന്നില്ല, തോൽപ്പിക്കുന്ന പക്ഷം വീണ്ടും പിണറായിസം അവിടെ വിജയിക്കുന്ന സാഹചര്യം ഉണ്ടാവും. അപ്പം ഒന്നുകിൽ വിജയിക്കുന്നത് പിണറായിസം, അതല്ലെങ്കിൽ വിജയിക്കുന്നത് സതീശനിസം, അതല്ലാതെ അൻവറിസം അവിടെ വിജയിക്കുമോ എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട ചോദ്യം. അതിൻ്റെ കാരണം അൻവറിന് ഇപ്പോഴും തൻ്റെ രാഷ്ട്രീയ എതിരാളി ആര് എന്നത് ഫിക്സ് ചെയ്യാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ്. ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ ഏറ്റവും അപകടം പിടിച്ചൊരു സാഹചര്യത്തിലാണ് അദ്ദേഹം നിൽക്കുന്നത്. നമ്മൾ സാധാരണ പറയാറുണ്ട്, ഇന്നലെ നമ്മൾ ചർച്ചയ്ക്കിടയിൽ പറഞ്ഞതാണ്, ക്ഷമ എന്നുള്ളത് രാഷ്ട്രീയത്തിലെ ആട്ടിൻപാലിൻ്റെ ഫലം ചെയ്യുന്ന ഔഷധമാണ്. രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനപ്പെട്ട ആട്ടിൻ സൂപ്പ് പോലെ ഫലപ്രദമാണ്. അപ്പം ആ സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. ക്ഷമയില്ലാതെയാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അതിൻ്റെ കാരണം എന്താ? PV അൻവറിൻ്റെ മുന്നിൽ ഒരേ സമയം പിണറായി ആണെന്ന് പറയുകയും, പക്ഷേ പിണറായിക്കെതിരെ അല്ല, കഴിഞ്ഞ 48 മണിക്കൂർ പിണറായിക്കെതിരെ അല്ല PV അൻവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, കേരളത്തിലെ പ്രതിപക്ഷ നേതാവിനെതിരെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. വിചിത്രമായൊരു സാഹചര്യമാണ് കേരളത്തിൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഒന്ന്, പ്രതിപക്ഷ നേതാവിനെതിരെയും നിങ്ങളുടെ ഭരണകക്ഷിയിൽപ്പെട്ട മുഖ്യമന്ത്രിക്കെതിരെയും സംസാരിച്ചുകൊണ്ട് ഒരു നേതാവിന് നിൽക്കണമെങ്കിൽ അപാരമായ പിന്തുണ വേണം. അവിടെയാണ് എന്ത് ആശയത്തിന് പുറത്താണ് നിങ്ങൾ നിൽക്കുന്നത്? ഒറ്റ ആശയമേ ഉള്ളൂ. എല്ലാ അർത്ഥത്തിലും PV അൻവറിനെ ഡീകോഡ് ചെയ്താൽ നിലമ്പൂർ മണ്ഡലത്തിലെ UDF സീറ്റ് 2026 തനിക്ക് കിട്ടുമോ എന്നുള്ള ഒരൊറ്റ ആശങ്കയുടെ പുറത്തും, ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഒരു ബിസിനസ് സ്ട്രാറ്റജിസ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. അതാണ് ആര്യാടൻ ഷൗക്കത്തിനെതിരെയായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള വിരോധമായി ഞാൻ മനസ്സിലാക്കുന്നത്.